ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വോയിസ് ഓവർ പരിപാടി അടിപൊളിയായിട്ടുണ്ട്. കാരണം ഞാൻ ആക്ച്വലി സാധാരണ വോയിസ് കൊടുത്തിട്ടുള്ള വീഡിയോസിനെക്കാളും ഇത് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. സോ ഇതെൻ്റെ ഒരു ചെറിയ ട്രാൻസിഷനാണ്. ഇങ്ങനെയൊക്കെ ട്രാൻസിഷൻ ചെയ്യാൻ അറിയാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവുക. സാറ്റർഡേ എടുത്ത വ്ളോഗായത് ആക്ച്വലി. അപ്പോൾ പുറത്തോട്ട് പോയി ചുമ്മാ ഒരു പ്രഹസനം, വെറുതെ ചുമ്മാ എന്ത് ചെയ്യാൻ, വീട്ടിലൊന്നും ചെയ്യാനില്ല, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പം വെളിയിൽ പോയിട്ട് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്തൊരു വ്ളോഗാണ്. ജസ്റ്റ് ഒന്ന് റെഡി ആയതിന് വേണ്ടി. കാർത്തിക അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അവനെ വിളിച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കളിയും റെഡി ആവാനൊക്കെ ഭയങ്കര മടിയാണ്. അത് കഴിഞ്ഞതാ വിഷ്ണു ചേട്ടൻ, അമ്മ എല്ലാവരും റെഡിയായി. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യമേ മേക്ക് ഷുവർ ഇത് കുടയൊക്കെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത്, കാരണം പെട്ടുപോയാലേ അങ്ങനെ. പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടെ മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം 3 സ്പോട്സ് ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നു. മെയിനായിട്ടുള്ള 3 സ്പോട്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കാര്യവട്ടത്ത്, പിന്നെ ഒന്ന് നമ്മുടെ ഉള്ളൂർ, പിന്നെ വേറെ ഏതോ ഒരു സ്ഥലത്തും കൂടെ ഉണ്ട്. അപ്പം ഇവിടെ ഏറ്റവും നല്ല മന്തി എനിക്ക് ആക്ച്വലി ഈ മന്തിയിൽ ഒരുപാട് ഈ കുരുമുളകും പിന്നെ ഒരുപാട് ഏലക്കയൊന്നും ഇടുന്ന ഇഷ്ടമല്ല. അങ്ങനെ ഒരുപാട് ഫ്ലേവർ ആഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഉള്ളൂർ മന്ദിലെ മന്തി ഇഷ്ടമല്ല ശരിക്കും. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അപ്പം ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം കാര്യവട്ടത്തെ മന്ദിലെ മന്തിയാണ്. അതുപോലെ അവിടുത്തെ മയണൈസിൻ്റെ ടെക്സ്ചറൊക്കെ ഭയങ്കര ക്രീമിയാണ്. അങ്ങനത്തെ മനസ്സിലെത്തി. ആക്ച്വലി അവിടെ പാർക്ക് ചെയ്യാനൊക്കെ തന്നെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൈഡിലോട്ട് വണ്ടി ഒരുക്കിയിട്ട് ഞാൻ പോയി പാഴ്സൽ മേടിച്ചു. കാരണം അവിടെ ഇരിക്കാനൊക്കെ സ്പേസ് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാഴ്സലൊക്കെ വാങ്ങി. ഞാനവിടെ പാഴ്സൽ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അവർ പെട്ടെന്ന് സ്പീഡപ്പാണ് ഭയങ്കര. പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു, ഞാനൊരു ഹാഫ് അൽഫാം മന്തിയാണ് പറഞ്ഞത്, അത് കിട്ടി. അതുപോലെ ഞാനൊരു ക്വാർട്ടർ നോർമൽ മന്തിയും പറഞ്ഞു, കാരണം അമ്മയ്ക്ക് അൽഫാം ഇഷ്ടമല്ല. പക്ഷേ അതിൻ്റെ ചോറ് മാത്രമാണെന്ന് തോന്നുന്നു വെച്ചത്, അവരതിൻ്റെ പീസ് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം അത് റിയലൈസ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിതേ അവിടെ വഴിയരികിൽ ഇങ്ങനെ റംബുട്ടാൻ ആക്ച്വലി ഞങ്ങളെ വീട്ടിലുണ്ട്, പക്ഷേ ഇത് വരിക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വലിയ സൈസുള്ള ഒരു റംബുട്ടാനായിരുന്നു. അത് അടിപൊളിയായിരുന്നു കേട്ടോ, നൈസായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് വിതിര സൈഡിൽ പോയപ്പോൾ അവിടെ മഞ്ഞ കളർ റംബുട്ടാൻ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ സമയത്ത് വാങ്ങിച്ചിരുന്നു. കിലോ 200 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു പ്രൈസ്. അതും അടിപൊളിയായിരുന്നു, നല്ല മധുരമായിരുന്നു. പിന്നെ ഒരു ചെറിയ പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ അടുത്ത് കേശവദാസപുരം തന്നെയുള്ളൊരു ഷോപ്പിൽ കയറി. പർച്ചേസിങ് ചെയ്യുന്നതിനിടയിൽ അവന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഉള്ളൂർ രാമചന്ദ്രനിൽ പോയി. ഉള്ളൂർ രാമചന്ദ്രനാണെന്ന് തോന്നുന്നു, അഡ്രസ്സ് അറിയില്ല, സോറി. രാമചന്ദ്രനിൽ പോയിട്ട് അവിടെ ഞങ്ങളിങ്ങനെ സാരി സെക്ഷനിലൊക്കെ ചുമ്മാ ഒന്ന് നോക്കി, കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. സെറ്റ് സാരിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് കയറിയൊക്കെ നോക്കുമോ, നല്ല ഓഫേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ആടി സെയിലായതുകൊണ്ട് തന്നെ. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ പർച്ചേസ് ചെയ്തു. കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് ആക്ച്വലി രാമചന്ദ്രനിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ടൊരു അട്രാക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് അവിടുത്തെ ആ ഒരു ബേക്കറി സെറ്റപ്പ്. അവിടുത്തെ സമോസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം പോയിട്ട് അവിടുന്ന് ചിക്കൻ പപ്സ് ഓർഡർ ചെയ്തു. പിന്നെ കാച്ചുവിന് ഐസ്ക്രീം വേണമെന്ന് തോന്നുന്നു. ജലദോഷം ആയതുകൊണ്ട് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ ഷേപ്പിൽ കുറേ കേക്ക്സ് വെച്ചിട്ട് എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു. വീട്ടിൽ വന്ന് സമാധാനമായിട്ട് മന്തിയൊക്കെ കഴിച്ചു. അങ്ങനെ ഞാൻ ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ എല്ലാവരും, എനിക്കറിയാം കൺസിസ്റ്റൻസിയാണ് മെയിൻ അല്ലേ. ഞാനങ്ങനെ ഇനി കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടാനായിട്ട് ട്രൈ ചെയ്യും. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ആൻഡ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര ആവശ്യമാണ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വ്ളോഗ്സൊക്കെ ഇടാനായിട്ട് ഇനിയും ശ്രമിക്കും. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് പറയാമോ? ഇത് ആക്ച്വലി ഞങ്ങൾക്ക് അവിടുത്തെ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്, രാമചന്ദ്രനിൽ നിന്ന് കിട്ടിയതാണ്. അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.